ഈ സോണി കമ്പനിയുടെ കയ്യിൽ ഒരു പാറ്റൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ടി വിയിലോ അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരു പരസ്യം കാണാണ്, പെപ്സി അല്ലെങ്കിൽ KFCയുടെ പരസ്യം കാണാണ്. പരസ്യം വന്നു കഴിഞ്ഞു അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ബ്രാൻഡിൻ്റെ പേര് പെപ്സി എന്ന് നമ്മൾ വിളിച്ചു പറയുകയാണെങ്കിൽ ആ പരസ്യം അവസാനിക്കും, സ്കിപ്പായി പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു പാറ്റൻ്റ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സോണിയുടെ കയ്യിലുണ്ട്. അവരിത് ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ഇതിനെ വലിയൊരു ഈവിൾ പാറ്റൻ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇത് ചില ആൾക്കാർക്കെങ്കിലും തോന്നാം, ഹായ് നല്ലൊരു ഐഡിയ ആണല്ലോ, പെട്ടെന്ന് പരസ്യം സ്കിപ്പായി പോയി കഴിഞ്ഞാൽ അത് നല്ല പരിപാടിയല്ലേ. ബട്ട് ആബ്സല്യൂട്ട്ലി നോട്ട്. കാരണം നമ്മൾ അങ്ങനെ പറയുന്നത് വഴി നമ്മൾ ബ്രാൻഡിനെ നമ്മൾ അംഗീകരിക്കുകയാണ് അല്ലെങ്കിൽ എൻഡോഴ്സ് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത ചില കമ്പനികളുണ്ടാവും. ഇപ്പോൾ ഈ പറയുന്ന പോലെ സോഫ്റ്റ് ഡ്രിങ്ക് കമ്പനികളൊന്നും പലർക്കും താല്പര്യമില്ലാത്തതുണ്ട്. പക്ഷേ നമ്മളത് പറയാനായിട്ട് നമ്മൾ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന് നമ്മളിഷ്ടമല്ലെങ്കിൽ പോലും നമ്മുടെ ബ്രെയിനിലോ അല്ലെങ്കിൽ മനസ്സിലോ ഇംപ്രിൻ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനൊരു ഈവിൾ പാറ്റൻ്റ് എന്ന് വിളിക്കുന്നത്. സോണിയുടെ കയ്യിൽ ഈ സംഭവം ഉണ്ട്, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുണ്ട്, പക്ഷേ അവരത് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു പ്രത്യേക പാറ്റൻ്റ് നമ്മുടെ ഇന്ത്യക്കാരുടെയോ ജൂതന്മാരുടെയോ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ലോകത്തിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഇറ്റ് വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ്. കുട്ടിച്ചോറായേനെ. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ഗൈസ്. കഴിഞ്ഞ ദിവസം ചെയ്ത മോർണിംഗ് വാക്ക് വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു വൈ നോട്ട്, ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ദിസ്. പറ്റാവുന്നിടത്തോളം ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കാനായിട്ട് പലരും കമൻറ്റിൽ പറഞ്ഞിരുന്നു, റാൻഡം വീഡിയോസൊക്കെ ചെയ്ത് നോക്കൂ. വൈ നോട്ട്. പ്രത്യേകിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ല. ഇറ്റ്സ് യൂട്യൂബ്, ഇറ്റ്സ് ഫ്രീ. ഇപ്പോൾ എന്തായാലും ഇന്നലെയാണ് നമ്മുടെ ലെജൻഡറി ആക്ടർ ആൻഡ് സ്ക്രീൻ റൈറ്റർ, ഡയറക്ടർ, ബഹുമുഖ പ്രതിഭയായ ശ്രീനിവാസൻ ചേട്ടൻ മരിച്ചത്. അബ്സല്യൂട്ട്ലി ഒന്നും പറയാനില്ല. ഒരു മലയാള സിനിമയിലൊരു ഗോട്ട് തന്നെയാണ് അദ്ദേഹം, നിസ്സംശയം പറയാം. പക്ഷേ ഇന്നലെ യൂട്യൂബിലൊക്കെ ഫീൽഡിലേക്ക് വന്നത് ധ്യാൻ ശ്രീനിവാസനും ശ്രീനിവാസനൊക്കെ കരയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. വിങ്ങി പൊട്ടിക്കരഞ്ഞ് ധ്യാൻ ശ്രീനിവാസൻ എന്നൊക്കെ പറഞ്ഞ് മെയിൻ സ്ട്രീം മീഡിയകളുടെ കണ്ടൻറ്റാണ് ഈ സാമാനത്തിലേക്ക് വരുന്നത്. യൂട്യൂബ് തുറന്നപ്പോൾ തന്നെ വരുന്നത് അങ്ങനത്തെ സാധനങ്ങളാണ്. വാട്ട്സ് ദ പ്രൈസ് ഫോർ പ്രൈവസി ഗൈസ്? കാരണം സ്വന്തം അച്ഛൻ മരിച്ച് കിടക്കുമ്പോൾ തന്നെ ക്യാമറയും കൊണ്ട് ആൾക്കാർ നമ്മുടെ ക്ലിപ്പ് എടുക്കാൻ വരുന്നു, അത് വിറ്റ് കാശുണ്ടാക്കുന്നു. ഈ മാധ്യമങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ഒരു മര്യാദ ഇല്ലടേ. എന്തൊരവസ്ഥയാണ്. അങ്ങനെ ഞാൻ നടന്ന് എയർപോർട്ട് റോഡിലേക്ക് എത്തി. ഞാൻ ഈ ഭാഗത്തേക്ക് വരാറുണ്ടായില്ല, കാരണം ഒരു തവണ എന്നൊരു പട്ടി ഫോളോ ചെയ്തിട്ട് ഞാൻ 1 കിലോമീറ്റർ നോൺ സ്റ്റോപ്പ് ഓടി എന്നുള്ളതാണ്. അപ്പോൾ അതേ പിന്നെ ഞാൻ ഈ ഭാഗത്തേക്ക് വരാറില്ല. പട്ടി എന്നുള്ളത് മാത്രമല്ല, മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തേക്കൊന്ന് വരാൻ കാരണം. ലുക്ക് അറ്റ് ദിസ് ഗൈസ്, ലുക്ക് അറ്റ് ദിസ്. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ വിമാനം ഒന്ന് പോയി കഴിയട്ടെ. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ പരസ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൽ എന്തെങ്കിലും സാധനം എടുക്കുകയാണ്, നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലേക്ക് ഒരു പോപ്പപ്പ് വന്നു കഴിഞ്ഞാൽ വി വിൽ ഫീൽ ഇറിറ്റേറ്റഡ് എന്ന് പറയുന്ന നല്ല സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് എവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഏതൊരു ആംഗിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഏതൊരു സ്ഥലത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും പരസ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ പരസ്യത്തിൻ്റെ ഇടയ്ക്ക് കൂടെ ഓടുന്നത് എന്നുള്ളൊരു ചിന്ത വിചാരിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പരിസരത്തേക്ക് വരെ നിർത്തി. ശരിക്കും ഈ പോപ്പപ്പ് ആഡ് കണ്ടുപിടിച്ചാരാന്ന് അറിയുമോ? ഹിസ് നെയിം ഈസ് ഈത്തൻ സക്കർമാൻ. പേരിൽ തന്നെയുണ്ട് സക്കർമാൻ. യു നോ ഹൂ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഫുള്ളി ഇമ്മേഴ്സ്ഡ് ഇൻ ആഡ്സ്. അത് പല രീതിയിലുള്ള പരസ്യങ്ങൾ. വാട്സാപ്പിൽ കൂടെ ത്രൂ ഒരു സൈഡിൽ കൂടെ പല കമ്പനികളും, എൻ്റെ പൊന്നോ അത് അതിലും വലിയ ശല്യം. എന്തോരം കമ്പനികളുടെ മെസ്സേജുകളാണ് വരുന്നത്. അത് ബ്ലോക്ക് ചെയ്ത് മടുത്ത്, എന്നാലും പുതിയത് വന്നുകൊണ്ടിരിക്കും. ഇത് എനിക്കത് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം ഇത്രയധികം ഫോൺ നമ്പേഴ്സ് ഈ കമ്പനികൾക്ക്, അതും പല കമ്പനികൾക്കും നമ്മൾ നമ്പർ കൊടുത്തിട്ടൊന്നുമില്ല. ഇപ്പോഴത്തെ ഒരു മെയിൻ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ചെറിയ ജ്യൂസ് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മുടെ ഫോൺ നമ്പർ മേടിക്കും എന്നുള്ളതാണ്. എനിക്കറിയാൻ പാടില്ല എന്തിനാണ് ഇവർ ഫോൺ നമ്പർ മേടിക്കുന്നത്. വാട്സാപ്പിൽ കൂടെ മെസ്സേജ് ഇടാൻ, അല്ലെങ്കിൽ ഒരു ഡാറ്റ കളക്ട് ചെയ്യാൻ, മറ്റേ ഓപ്പറേഷൻ ജാവയിലേക്ക് കാണിക്കുന്ന പോലത്തെ പരിപാടി തന്നെയാണ് ഇവർ ചെയ്യുന്നത്. പക്ഷേ ഞാൻ പലപ്പോഴും സ്കിപ്പ് ചെയ്യാൻ പറയും. പക്ഷെ എന്നാലും എന്തോരം ആൾക്കാരാണ്
വെറുതെ ഈ ജ്യൂസ് കടയിലൊക്കെ പോയി നമ്പർ കൊടുക്കുന്നത്. ജ്യൂസ് കട എന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞത്, സീരിയസ്ലി. ഇപ്പം ഫ്രൂട്ട് ബേയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ആദ്യം ചോദിക്കണത് നമ്പറാണ്. ജ്യൂസ് കട, തുണിക്കട, എല്ലാവർക്കും നമ്മളെ നമ്പർ വേണം. സാർ നമ്പർ പ്ലീസ്. എന്തിന്? വേറെ പണിയില്ലേ? പക്ഷെ കൊടുക്കാൻ വേണം. അതുകൂടാണ്ട് ഇവന്മാരുടെ പ്രൊമോഷണൽ മെസ്സേജും കാണണം. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഇൻ്റർനെറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി എ ഷിറ്റ് ഹോൾ എന്ന് നിസ്സംശയം പറയാം. അയ്യോ, യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, യൂട്യൂബൊക്കെ മഹാ അപരാധിച്ചു പോയി എന്നുള്ളതാണ്. കാരണം യൂട്യൂബ് പ്രീമിയം എടുപ്പിക്കാനായിട്ട് അവർ പരസ്യങ്ങളിങ്ങനെ ഓവറായിട്ടിട്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കും. യൂട്യൂബിനെ കുറിച്ച് വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും നല്ലത്, കാരണം അതൊരു നീണ്ട സബ്ജക്റ്റ് തന്നെയാണ്. യൂട്യൂബ് പ്രീമിയം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ പറഞ്ഞ പുതിയ സംഭവമാണ് ടാഗ്ഡ് ആഡ്സ് അല്ലെങ്കിൽ ടാഗ്ഡ് പ്രൊഡക്ട്സ്. അതും നമ്മുടെ കണ്ണിന് മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ. യൂട്യൂബിൻ്റെ CEO ആരാന്നറിയോ? നീൽ മോഹൻ, ഇന്ത്യക്കാരനാണ്. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബേസിക്കലി ഒരു തീട്ടക്കുഴിയാണ്. എല്ലാവരും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, കോർപ്പറേറ്റ് കമ്പനികൾക്കെല്ലാം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യം പറയേ വേണ്ട. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, എല്ലാവർക്കും എവരിബഡി ഈസ് ട്രൈങ് ടു സെൽ യു സംതിങ് എന്നുള്ള രീതിയിലാണ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ലൈനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും. ഇപ്പോൾ ഈ ഇൻ്റർനെറ്റ് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കാര്യം, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പല ട്രാഫിക് പോസ്റ്റുകളിലും ഏതെങ്കിലുമൊക്കെ ഒരു കമ്പനികളിലൊക്കെ പരസ്യം കാണാമെന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ ഞാൻ ഈ അടുത്തൊരു ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ ക്യാബിൻ്റെ അകത്ത് കണ്ണാടി ഉണ്ടാവുമല്ലോ, ആ കണ്ണാടിയിൽ വരെ പരസ്യം. ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ കൊണ്ട് പരസ്യം വലത്തി വയ്ക്കാവോ അവിടെയൊക്കെ കൊണ്ട് വലത്തി വയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ അടുത്ത് തന്നെ ഈ ഇവിടെ ഒരു മന്തി ഷോപ്പിൽ പോയായിരുന്നു, അറേബ്യൻ പാലസ് എന്നും പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സ്ക്രീൻ കൊണ്ട് വെച്ച് അതിൽ പരസ്യം. അത് ഇവരുടെ പരസ്യമല്ല, വേറെ ഏതോ സാധനങ്ങളുടെയൊക്കെ പരസ്യം. ഒരു സമാധാനമായിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ പോലും പറ്റൂലേ, അപ്പോഴേ നമ്മൾ പോയിരുന്ന് പരസ്യം കാണണം എന്ന് പറയുന്നത് ഇറ്റ്സ് ടു ബാഡ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറേ കാലം മുമ്പ് ഒരുത്തൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. അവൻ്റെ ഒരു ബിസിനസ് ഐഡിയ എന്ന് പറഞ്ഞ ഇതാണ്, ഈ ഹോട്ടലുകളിലൊക്കെ പോയി സ്ക്രീൻ പ്ലേസ് ചെയ്യാം, അതിൽ പരസ്യം വയ്ക്കാം. എന്തോന്നറിയേ, മനുഷ്യനൊന്ന് സമാധാനമായിട്ട് ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ നമ്മുടെ അണ്ണാക്കിലേക്ക് ഇങ്ങനെ പരസ്യം അടിച്ചു തരേണ്ട കാര്യമുണ്ടോ? എന്തായാലും ഇറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇന്നത്തെ കൊണ തീർന്നിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.